ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഷാൻ റഹ്മാൻ ആയിട്ട് ബന്ധപ്പെട്ട കേസ്, ഷാൻ റഹ്മാൻ 38 ലക്ഷം രൂപ വഞ്ചിച്ചു എന്ന് പറയുന്നൊരു കേസ് നിലവിൽ നിൽക്കുന്നുണ്ട്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില തെളിവുകളുമായിട്ട് ഷാൻ റഹ്മാൻ ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്. ആ പ്രസ് റിലീസിന്റെ പൂർണ്ണരൂപം ഓൺലൈനൊന്നും ലഭ്യമല്ല. പിന്നെ 24 ന്യൂസിൽ അത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത സംഭവമാണിത്. ഇതിൽ പ്രധാനമായിട്ടും കുറച്ച് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട്സ്, അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ നിജു ചില കള്ളങ്ങൾ പറയുന്നുണ്ട്. ആ കള്ളങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രസ് റിലീസിലൂടെ പോയി നോക്കാം. ആദ്യമേ തന്നെ ഇവരെല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. താങ്ക് യു ഫോർ ഓൾ യുവർ പേഷ്യൻസ് ആൻഡ് ട്രസ്റ്റ്. വി ഡിലേഡ് എക്സ്പ്ലെയിനിങ് അവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ആസ് വി വാണ്ടഡ് ടു ഫോളോ ദ പ്രോപ്പർ പ്രോസസ്. യെസ്റ്റർഡേ, Saturday 29 March 2025, we met with investigating officer and gave our statement. We are now sharing our side of the story here. അതായത് ഇതുവരെയായിട്ടും പുള്ളി പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇതിനു മുന്നേ പ്രസ് റിലീസിൽ പറഞ്ഞിരുന്നത്, ഞങ്ങളുടെ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഇതാണ് അവരുടെ എക്സ്പ്ലനേഷൻ എന്നാണ്. പിന്നെ ആദ്യത്തേത് ഇവരെങ്ങനെ ഇതിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അതിലൊരു സംഭവം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ടു organize the Uyere concert in Kochi, we Eternal Productions reached out to several production teams and invited quotations. അത് ഒരുപാട് പേര് ഇവർ കോൺടാക്ട് ചെയ്തു. ആ കോൺടാക്ട് ചെയ്തതിൽ ഒരു ടീമായിരുന്നു നിജു രാജിന്റെ ടീം. അതിൽ എഴുതിയിരിക്കുന്നത് സംഭവം ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. CEO ഉദയ പ്രോ ഓഡിയോ _official. ഉദയ പ്രോയുടെ CEO ആയ നിജു രാജിനെ കോൺടാക്ട് ചെയ്യുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് 3-4 വെൻഡേഴ്സിനെ കോൺടാക്ട് ചെയ്തതിൽ ഒരു വെൻഡർ മാത്രമായിരുന്നു ഇയാളെന്ന് പറയുന്നു. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, നിജു ടു പ്രൊപ്പോസൽ ബിക്കം എ പാർട്ട്ണർ. ഇപ്പം നിജു ഇതിൻ്റെ പാർട്ട്ണർ ആകുന്നതിനുണ്ട്. ഇപ്പം ഇത്രയും ദിവസം നമ്മൾ കേട്ടൊരു കാര്യത്തിൽ വ്യത്യസ്തമായി കേൾക്കുന്ന ഒരു സംഭവം പാർട്ട്ണർഷിപ്പ് എന്നൊരു സംഭവമാണ്. ഇത്രയും ദിവസം നമ്മൾ കേട്ടത് പ്രൊഡ്യൂസർ ആയിരുന്നു എന്ന രീതിയിലാണ്. അത് 25 ലക്ഷം രൂപ നൽകിയിട്ട് ഈ പരിപാടിയുടെ പ്രൊഡ്യൂസർ ആകാം എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇതിൽ സംശയം തോന്നുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. അതിലേക്ക് ഞാൻ വരാം. അതിലെ പാർട്ട്ണർഷിപ്പ് പറഞ്ഞിരിക്കുന്ന ഈ പ്രോഫിറ്റിന്റെ 70% നിജുവിനും 30% ഷാൻ റഹ്മാന്റെ കമ്പനിക്കും എന്ന രീതിയിലാണ് ERPക്കും വേണ്ടി എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണാം. അതിൽ ചാറ്റ് പറഞ്ഞിരിക്കുന്നത്, ഉയരെ നെയിം ഓഫ് ദി ഇവന്റ് അറോറ മ്യൂസിക് ഫെസ്റ്റ്, ഉയരെ ആൻഡ് എറ്റേണൽ റേ ഈവന്റ്. രണ്ടുപേരും എന്ന രീതിയിലാണ്. ഡിയിൽ സിംഗേഴ്സ് പ്ലസ് ബാൻഡ് പ്ലസ് ഡാൻസ് പ്ലസ് ഇറ്റേണൽ റേ ക്രൂ പ്ലസ് ഫുൾ വെന്യൂ പ്രൊഡക്ഷൻ പ്ലസ് പാർട്ട്ലി മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ആൻഡ് സ്പോൺസർഷിപ്പ്. അതായത് അവിടെയാണ് ഒരു പാർട്ട്ലി ആയിട്ട് കാണുന്നത് മാർക്കറ്റിങ്ങും പിന്നെ പ്രൊമോഷൻ, സ്പോൺസർഷിപ്പ് പോലുള്ള കാര്യങ്ങളിലുള്ള പാർട്ണർഷിപ്പ്. 3 amount of 25 lakhs ഉയരെ ലാൻഡഡ് എന്നതിൽ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യം കാണുന്നില്ല. അതിൽ ലാൻഡഡിന് അവസാനം വന്നിരിക്കുന്ന ഒരു സംഭവം 70% പ്രോഫിറ്റ് ഇയാൾ എടുക്കുമെന്ന രീതിയിലാണ്. ഇതിൽ ഇയാൾ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ഇരിക്കുന്ന കാര്യം, ഇവർ 70% പ്രോഫിറ്റ് എടുക്കുന്നതിനൊപ്പം തന്നെ ഇയാളുടെ സൗണ്ട്, അത് ഉദയ ലൈറ്റ്സ് ആൻഡ് സൗണ്ട് പ്രോ എന്ന് പറയുന്നുണ്ടല്ലോ, അവരുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ മേജർ ഒരു കോസ്റ്റ് ഇയാൾക്ക് അതിൽ കുറക്കാൻ പറ്റും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പിന്നീട് ഇയാൾ പറയുന്നത് പകരം മറ്റൊരു തേർഡ് പാർട്ടി വെണ്ടർ അത് കൊടുത്തു എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നിട്ട് പിന്നീട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു കാര്യം, November 20 പരിപാടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു സംശയം. കാരണം നിജു പറഞ്ഞ വോയിസ് ക്ലബിൽ പറഞ്ഞിരുന്നത് നവംബറിൽ നടക്കുന്ന പരിപാടി മാറ്റിവെക്കുന്നു, ജനുവരിയിലേക്ക് ആക്കുന്നു, വയനാട് നടന്ന ദുരന്തം മൂലം. ജനുവരിയിൽ നടന്ന പരിപാടി നടക്കാതെ ആയപ്പോഴാണ് അതിൽ 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നിജു പറഞ്ഞത്. ഇതും ഈ ഷാൻ റഹ്മാൻ കൊടുത്ത സംഭവത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം ഈ എഗ്രിമെന്റ് ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം പറയുന്നത്, ട്രസ്റ്റിംഗ് ഹിസ് ഇൻഷുറൻസ് വി അനൗൺസ് ദ ഷോ ഫീച്ചറിംഗ് അറോറ എന്റർടൈൻമെന്റ് ആസ് ദ പാർട്ട്ണർ ഓൺ 27th November. എന്നിട്ട് അറോറ എന്ന് പറയുന്ന ഭാഗം റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതൊരു കോൺട്രഡിക്റ്റിംഗ് ആണ്. കാരണം എപ്പോഴാണ് നിജു ഇതിൻ്റെ പ്രൊഡ്യൂസർ ആകാൻ വന്നത് എന്നുള്ള കാര്യത്തിൽ നിജു പറയുന്നതും ഇയാൾ പറയുന്നതും തമ്മിലൊരു പൊരുത്തക്കേട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളതാണ്. ഒരു പക്ഷേ ഷാൻ പറഞ്ഞതിൽ സീക്വൻസ് പറഞ്ഞതിൽ തെറ്റ് പറ്റിയെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രൊഡക്ഷൻ ടീമിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞത് അത് ജനുവരിയിൽ നടക്കുന്ന പരിപാടി മാറ്റിവെക്കും വന്ന സാഹചര്യത്തിൽ അതിനുശേഷമാണ് ഈ 30% കമ്മീഷൻ അല്ലെങ്കിൽ 40% കമ്മീഷൻ വരെയൊക്കെ സംസാരിച്ചു എന്നാണ് ആ വോയിസ് ക്ലിപ്പിന് മനസ്സിലാവുന്നത്. അതല്ല സംഭവങ്ങളിൽ നിജു ഇവിടെ കൃത്യമായിട്ട് കള്ളം പറയുകയാണ്. മൂന്നാമത്തെ പോയിന്റ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ഈ ഒരു സംഭവത്തിൽ എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് തന്നെ ഇതിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തില്ല. എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് ഷാൻ റഹ്മാൻ കുറെ എക്സ്ക്യൂസസ് എടുത്തു എന്നുള്ള രീതിയിലാണ് നിജു അവതരിപ്പിച്ചത്. പക്ഷെ ഇവിടെ നിജുവിന്റെ വാദം പൊളിയുന്ന രീതിയിൽ ഒരു കാര്യം കാണിക്കുന്നത് എഗ്രിമെന്റ് അയച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്.
ഇത് ഈ സ്ക്രീൻഷോട്ടിൽ കാണിച്ചിരിക്കുന്നത് ആ ചാറ്റ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന മെസ്സേജ് ആയിട്ടാണ്. റൈറ്റ് സൈഡിൽ അയക്കുന്ന മെസ്സേജ് സ്വാഭാവികമായിട്ടും നമ്മൾ അയച്ച മെസ്സേജ് ആയിരിക്കും. ഷാൻ അയച്ച ഈ സ്ക്രീൻഷോട്ടിൽ നിന്ന് മനസ്സിലാവുന്നത് എഗ്രിമെന്റ് അങ്ങോട്ട് അയച്ചിരിക്കുന്നു എന്നുള്ളത്. അത് ജനുവരി 14 എഗ്രിമെന്റ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. എന്നിട്ട് ഷാനോടെ കൂട്ടിച്ചേർക്കുന്നു, ഡിസ്പൈറ്റ് റിപ്പീറ്റഡ് റിക്വസ്റ്റ് Niju Raj neither signed our contract nor shared one of his own. This left us legally exposed. ഈ ഷാനിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഈ എഗ്രിമെന്റ് എന്താണെന്നുള്ള പുറത്തു വന്നു. ഇപ്പോൾ എഗ്രിമെന്റ് പുറത്തു വന്നിട്ട് കാണുന്നില്ല. എഗ്രിമെന്റ് അയച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നിരുന്നാൽ തന്നെയും നിജു പറഞ്ഞൊരു കാര്യത്തിൽ കള്ളമുണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ വരുന്നു. കാരണം നിജു പറഞ്ഞത് എഗ്രിമെന്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ എഗ്രിമെന്റ് അവർ സൈൻ ചെയ്തെന്നില്ലെന്നാണ്. അപ്പൊ അതിലൊരു ക്ലാരിറ്റി ഇനി നിജു വരുത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ പരിപാടി പ്രൊഡക്ഷൻ അത് നവംബറിലാണ് 25 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ജനുവരിയിലാണ് കൊടുക്കുന്ന കാര്യത്തിലും നിജു ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. പിന്നീട് ഇദ്ദേഹം പറഞ്ഞു പോകുന്നതിനകത്ത് പറയുന്നൊരു കാര്യം, 25 ലക്ഷം രൂപ ഇയാൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ 25 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ മാത്രമേ കൊടുത്തുള്ളൂ. 5 ലക്ഷം പ്ലസ് GST, അങ്ങനെ 5,90,000 രൂപ അയച്ചു കൊടുത്തു. 5,90,000 രൂപ തിരിച്ചയച്ചു കൊടുത്തെന്ന് പറയുന്നുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് പിന്നുള്ള ഭാഗത്ത് ഞാൻ കാണിക്കാം. ഇവിടെ ചില കാര്യങ്ങൾ നിജു മറച്ചു വെച്ചു എന്ന് പറയുന്നത്, അതാണ് ഇവർക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൊഡക്ഷൻ കോസ്റ്റിലൊന്ന് മാറ്റം. നിജു രാജ് കൺസീൽഡ് കീ ഇൻഫർമേഷൻ. വി ലേൺ ദാറ്റ് just before the event that Udaya Pro Audio was not the production team. Niju Raj independently hired REC Pro Sound and Light, hiding the fact that he was a partner in the event and forcefully presenting himself only as ഷാൻ റഹ്മാൻസ് പ്രൊഡക്ഷൻ മാനേജർ. അതായത് ഇയാള് പാർട്ട്ണർ ആണെന്നുള്ള കാര്യം പൊതുസമൂഹത്തിൽ മറച്ചു വെച്ചു. പക്ഷെ പാർട്ട്ണർ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോൾ ഈ ഈവന്റിന്റെ നോട്ടീസ് ഉണ്ട്, അതിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പാർട്ട്ണർ ആണ്. അതിന്റെ മാത്രമല്ല ഇയാൾ പറയുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ എഗ്രിമെന്റ് ഒന്നും കാണിക്കുകയും ചെയ്യുന്നത് ഇവർ തമ്മിൽ പാർട്ട്ണർഷിപ്പാണോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആണോ എന്നുള്ളത്. അത് ഹൈഡ് ചെയ്യുന്നതുകൊണ്ട് നിജു രാജിന്റെ ഭാഗത്താണ് ശരിയെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഷാന്റെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാനേ പറ്റില്ല. അത് ഷാൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ആ എഗ്രിമെന്റിന്റെ കുറഞ്ഞ വർഷമെങ്കിൽ ഇവര് പ്രൊഡ്യൂസറായിട്ടാണോ അല്ലെങ്കിൽ പാർട്ട്ണറായിട്ടാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ആ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് മാത്രം അയച്ചുകൊണ്ട് പാർട്ട്ണറാണോ പ്രൊഡ്യൂസർ എന്നുള്ള കാര്യം നമ്മൾക്ക് സ്ഥിരീകരിക്കാനേ പറ്റുന്നില്ല. പക്ഷേ കോസ്റ്റ്യൂഡിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉദയ പ്രോ ഓഡിയോ ആൻഡ് ലൈറ്റ്സ്, അതിന്റെ CEO ആണ് നിജു എന്നാ പറയുന്നത്. അപ്പൊ ഇയാളൊരു തേർഡ് പാർട്ടിക്ക് അത് കൊടുത്തതോടെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സംഭവം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ചെലവുണ്ടായി എന്നുള്ളതാണ്. അടുത്തത് പറയുന്നത് ഈ ഡ്രോൺ പറത്താനുള്ള റൈറ്റ്സ് ഇല്ല എന്നുള്ള കാര്യം അത് മറച്ചു വെച്ചു. അതുകൊണ്ടാണ് ഈ ഡ്രോൺ പറത്തിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഹൈലി സെക്യൂർഡായ ഏരിയയിൽ ഡ്രോൺ പറത്തി എന്നുള്ള ഒരു സംഭവം, ആ ഒരു കേസ് ഇയാൾക്കെതിരെ വരാനുള്ള കാരണം അതുകൂടി ആഡ് ചെയ്യുന്നു. ഇനി ഫിനാൻഷ്യൽ റിയാലിറ്റി. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഷാൻ റഹ്മാൻ പുറത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതിൽ പറയുന്നത് ദ ഈവൻ ബ്രോക്ക് ഈവൻ ഫിനാൻഷ്യലി. Total revenue after GST, book my show, commission, etc. Account details available for legal review. അത് ലീഗലായിട്ട് തന്നെ കാണിക്കണം എന്ന് പറയുന്നു, ബാക്കിയുള്ള കാണിക്കില്ല എന്ന് പറയുന്നത്. Barely covered the extensive cost, artist payment, operations, marketing increases demanded by Niju Raj. അതായത് ഇവരുടെ ബെയർലി ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാവുന്ന പൈസ മാത്രമേ കിട്ടിയുള്ളൂ, അതിൽ കൂടുതൽ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അന്നത്തെ കാര്യം ഇവർ എത്ര കിട്ടിയെന്നുള്ള കാര്യം കാണിക്കുന്നേയില്ല. കാണിച്ചിരുന്ന കുറച്ചുകൂടെ നമുക്ക് മനസ്സിലായി എത്ര രൂപ കിട്ടിയെന്ന്. അപ്പൊ നിജു രാജ് പറഞ്ഞ എക്സ്പെൻസ് അത് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. നിജു രാജ് ഇയാളുടെ ഒരു കുറച്ചുള്ള ഭാഗത്ത് പറയുന്നത് 51 ലക്ഷം രൂപ വരെ ചോദിച്ചു എന്നുള്ളതാണ്. അപ്പൊ എത്ര രൂപ കിട്ടി? 38 ലക്ഷം രൂപ കിട്ടിയോ? 38 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷാൻ പറയുന്ന ഒരു കാര്യത്തിന് യോജിക്കാൻ പറ്റുന്നില്ല. യോജിക്കാൻ പറ്റാത്ത കാരണം 25 ലക്ഷം രൂപ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പൈസ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ കൊടുത്തായിട്ട് നിങ്ങൾ കാണിക്കുന്ന പൈസ നിജു ഇങ്ങോട്ട് തന്ന 5,90,000 രൂപ GST. ഓക്കെ, അത് 5 ലക്ഷം മടക്കി കൊടുത്തു. അപ്പൊ GST എവിടെ പോയി എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. GST എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5,90,000 രൂപ ഇങ്ങനെ വാങ്ങിയിട്ട് നിങ്ങൾ അത് റീഫണ്ട് ചെയ്തെന്ന് പറയുമ്പോൾ GST അടക്കം നമ്മൾ റീഫണ്ട് ചെയ്യും. എല്ലാ ട്രാൻസാക്ഷനും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. അത് മാത്രമല്ല, ഈ 38 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ബെയർലി ടു മീറ്റ് ദ എക്സ്പെൻസ്, അപ്പോൾ ഈ 38 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞെങ്കിൽ പ്രൊഡക്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ പിടിച്ചു വെച്ചതിന് ശേഷം ബാക്കിയുള്ള പൈസ അയാൾ കൊടുക്കാമല്ലോ. അതെന്തേ കൊടുക്കാത്തെന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല, വലിയ ഹരാസ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം 45 ലക്ഷം രൂപ ഉപയോഗിച്ചു, പിന്നെ 47 ലക്ഷം രൂപ ഉപയോഗിച്ചു, പിന്നീട് 51 ലക്ഷമാക്കി. അങ്ങനെ ഇയാൾ കൂട്ടിക്കൊണ്ടേയിരുന്നു ഈ സംഭവം. അത് കൂടാതെ ഇയാൾ ജീവനെടുക്കുമെന്ന് പറയുന്ന രീതിയിലുള്ള കുറെ മെസ്സേജസ് ഒക്കെ അയച്ചു. അങ്ങനെ ചില ഹരാസ്മെന്റ്സ് ഉണ്ടായി എന്ന് പറയുന്നു. എന്നിട്ട്
ഈ പൈസ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് ഒരു ചെറിയ പ്രശ്നം. 4,20,000 രൂപ ഒരു ട്രാൻസാക്ഷൻ കാണിക്കുന്നുണ്ട്. അത് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ കാണിച്ചിരിക്കുന്നു. പിന്നീട് കോട്ടക് മഹീന്ദ്രയിൽ നിന്ന് അയച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻ 80,000 രൂപയാണ്. അതായത് മൊത്തം 5 ലക്ഷം രൂപ അയച്ചു. 5,90,000 രൂപയാണ് ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ ഒരു റീഫണ്ട് എന്ന് പറയുമ്പോഴേക്കും GST അടക്കമുള്ള തുകയല്ല റീഫണ്ട് കൊടുക്കേണ്ടത്. അതിലൊരു കൺഫ്യൂഷൻ ഷാൻ, അത് ക്ലാരിറ്റി വരുത്തണം. നമ്മൾ കിട്ടിയ 5 ലക്ഷം തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ 5,90,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അതിൽ 90,000 രൂപ തിരിച്ചു കൊടുത്തിട്ടില്ല. റീഫണ്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ GST. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ല. പിന്നീട് ഭാര്യ സൈറയെ വിളിച്ച് ഹരാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളെന്ന നിലയിൽ റിയാക്ട് ചെയ്തു എന്ന രീതിയിലാണ് പുള്ളിയുടെ ന്യായീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ 8ാമത്തെ പോയിന്റായിട്ട് പറയുന്നത് നിജുരാജിന് ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ ആണ്. ഈ കള്ളത്തരം കാണിക്കുക, ഫ്രോഡലൻസ് കാണിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി അല്ലെങ്കിലും പലരും ഇതിനകത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് പോകുന്നത്. പിന്നീട് കൺക്ലൂഷൻ, വി റിമെയിൻ ട്രാൻസ്പെറന്റ് ഹാവിംഗ് ഷെയർഡ് ബുക്ക് മൈ ഷോ ആക്സസ് വിത്ത് നിജുരാജ് ത്രൂ ഔട്ട്. വി ആർ ആക്റ്റീവ്ലി പെർസ്യൂവിംഗ് ലീഗൽ അവന്യൂസ് ടു അഡ്രസ് ദിസ് ഹരാസ്മെന്റ്, ഡിഫമേഷൻ. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഇതാണ്, ട്രാൻസ്പെറൻസി, പിന്നെ അതേപോലെ ലീഗലായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുമെന്ന് പറയുന്നു. പിന്നീട് ഏറ്റവും അവസാനം ഒരു സമ്മറി എന്നതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ പ്രൊഡ്യൂസർ ഒരു ഇൻഡിപെൻഡന്റ് കരിയർ എന്ന നിലയിലാണ് വന്നത്. അപ്പോൾ അതിൽ 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. 5 ലക്ഷമാണ് തന്നത്. പിന്നീട് അതൊരു തിരിച്ചു കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്ത് പറയുന്നു. പിന്നെ ഇവർക്ക് നിയമത്തിലുള്ള വിശ്വാസം സാധാരണയിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ഈ 2-3 കാര്യങ്ങൾ ഇപ്പോഴും ക്ലാരിറ്റി കുറവുണ്ട്. ഒന്ന്, ആ എഗ്രിമെന്റിന്റെ കോപ്പി എന്തുകൊണ്ട് കാണിക്കുന്നില്ല? കുറഞ്ഞ പക്ഷം അയാൾ ഒരു പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ പാർട്ട്ണറാണെന്ന് കാണിക്കുന്ന കോപ്പി എന്തുകൊണ്ട് കാണിക്കുന്നില്ല? രണ്ടാമത്തെ കാര്യം, എത്ര രൂപയാണ് ബുക്ക് മൈ ഷോയിൽ നിന്ന് കിട്ടിയത്? എത്ര രൂപയാണ് ഡിമാൻഡ് ചെയ്തത്? നിങ്ങൾ പറയുന്നു ഇയാള് പിന്നീട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എക്സ്പെൻസ്, അത് 51 ലക്ഷം രൂപ പറഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ 51 ലക്ഷമാണ് കിട്ടിയത്, 47 ലക്ഷമാണ് കിട്ടിയത്, 45 38 ലക്ഷമാണ് കിട്ടിയത്. 38 ലക്ഷമാണ് കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇയാൾ പറഞ്ഞ 25 ലക്ഷം രൂപ പിടിച്ചു വെച്ച ശേഷം ബാക്കിയുള്ള പണം തിരിച്ചു കൊടുത്തില്ല? അതേപോലെ 5,90,000 രൂപ ലഭിച്ചത് റീഫണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് 90,000 രൂപ ഹോൾഡ് ചെയ്തിരിക്കുന്നത്? GST അടക്കം തിരിച്ചടക്കേണ്ടതാണ്. അതേപോലെ നിജുരാജ് ക്ലാരിറ്റി വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ പ്രൊഡ്യൂസർ എന്ന രീതിയിലാണോ അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന രീതിയിലാണോ ഇതിലേക്ക് വന്നത്? അത് ഏത് അനൗൺസ്മെന്റിന് ശേഷമാണ്? നവംബറിൽ നടക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണോ, അല്ലെങ്കിൽ പിന്നീട് ജനുവരിയിൽ ഷോ സ്പോൺസർ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന സാഹചര്യത്തിലാണോ? അങ്ങനെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ഇനി എന്തെങ്കിലും അതിൽ മാറ്റമുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എഗ്രിമെന്റ് സൈൻ ചെയ്തില്ല എന്നാണ് നിജുരാജ് ആദ്യം പറഞ്ഞത്. പക്ഷേ ആ സ്ക്രീൻഷോട്ടിൽ നിന്ന് മനസ്സിലാവുന്നത് എഗ്രിമെന്റ് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്താണ് അതിനുശേഷം എക്സാക്ട്ലി സംഭവിച്ചത്? അതും നിജുരാജ് ആൻസർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി കുറവ് വരുത്തി വെച്ചിട്ടുണ്ട്. എഗ്രിമെന്റ് സൈൻ ചെയ്തിടത്തോളം ഇതിന് എത്രമാത്രം ലീഗൽ വാലിഡിറ്റി ഉണ്ടാവും എന്നറിയില്ല. അതേസമയം തന്നെ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ബുക്ക് മൈ ഷോ വഴി ലഭിച്ച തുക എത്രയാണ്? അതിൽ നിന്നും നിജുരാജ് തരാമെന്ന് 25 ലക്ഷം രൂപ പിടിച്ചു വെച്ച് ബാക്കിയുള്ള പൈസ കൊടുക്കാമായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്തില്ല? അത് വളരെ വാലിഡായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് പ്രേക്ഷകർക്ക് ഈ ചോദ്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങൾ എന്താണ്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.